ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 11ാം ക്ലാസ് മലയാളം യൂണിറ്റ് 1 മധുരം മനോജ്ഞം അധ്യായം 3 ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ഈ അധ്യായത്തിൽ നമ്മൾ രാജേഷ് ജെയിംസിൻ്റെ ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്തിൽ ഡോക്യുമെൻ്ററിയിൽ നിന്നുള്ള ഏതാനും രംഗങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ വീഡിയോയിൽ ഈ ഡോക്യുമെൻ്ററിയുടെ പൂർണ്ണമായ വിശകലനവും ഡോക്യുമെൻ്ററിയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അവലോകനവും പാഠഭാഗ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളുമാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. ആദ്യം പാഠഭാഗം ഒന്ന് വായിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വിശകലനത്തിലേക്ക് കടക്കാം. ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററി വെല്ലുവിളികളെ മറികടന്ന 3 സ്ത്രീകളുടെ ജീവിതങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. അതിജീവനത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഇത്. നമ്മൾ ഈ യൂണിറ്റിൽ ഇതിനു മുൻപ് കണ്ട ആശ, മരപ്പാവകൾ എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം ഈ ഒരു അധ്യായത്തെ പരിചയപ്പെടേണ്ടത്. ഇതിനു മുൻപുള്ള 2 അധ്യായങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചും ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ടുന്ന ആത്മധൈര്യത്തെക്കുറിച്ചും നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുമാണ് നമ്മോട് പറഞ്ഞത്. ഈ വിവരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു അധ്യായത്തെ സമീപിക്കേണ്ടത്. ഈ അധ്യായത്തിലും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി നാം കൊണ്ടു നടക്കേണ്ടുന്ന ആത്മധൈര്യത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത് എന്ന പാഠഭാഗത്തിൻ്റെ വിശകലനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പാഠഭാഗം വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. തണ്ടർ. ഞാനൊരു ഇന്ത്യൻ വിമൺ ഫുട്ബോളറാണെന്ന് പറയുമ്പോൾ പലരും അതിശയത്തോടെ ചോദിക്കും, വുമൺ ഫുട്ബോളറോ? പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? അതെങ്ങനെയാ സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുന്നേ? അങ്ങനെ പല സ്ഥലത്തു നിന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ഇപ്പോഴും പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിക്കുമോ എന്ന ചോദ്യങ്ങളെ സ്ഥിരം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനിങ്ങനെ പെൺകുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കാണോ പ്രാക്ടീസ് കൊടുക്കണേന്ന് ആളുകൾ ചോദിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും, ആൺകുട്ടികൾക്കും പ്രാക്ടീസ് കൊടുക്കുന്ന കോച്ചാന്ന് പറയുമ്പോൾ പറയണത്, യോ ആൺപിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ? CV സീന, വനിതാ ഫുട്ബോൾ കോച്ച്. ലൈറ്റ്നിങ്. ഞാനിപ്പോൾ ഒരു 10,000 ചില്ലുവാനം ശവശരീരങ്ങൾ ദഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. എന്നോട് എല്ലാവരും ചോദിക്കും, പേടിയില്ലേ പേടിയില്ലേ എന്ന്. മരിപ്പൊക്കെ വരുമ്പോൾ രാത്രി 3 മണിവരെ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. 3 മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് പോകാറ്. 10-11 മണിക്ക് ബോഡി വന്നാൽ കത്തിത്തീരുമ്പോൾ വെളുപ്പിന് 3 മണി 2 മണിയൊക്കെ ആവും. സെലീന മൈക്കിൾ, ശവസംസ്കാര ജോലി ചെയ്യുന്ന വ്യക്തി. റെയിൻ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ടോ? പുരുഷനായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊരു ആഗ്രഹം എപ്പോൾ വരുമെന്നറിയാമോ? കൂടുതൽ നമ്മളെ ശാസിക്കുകയും നമ്മളെ കൂടുതൽ അവർ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, ഞാനൊരാണായിരുന്നെങ്കിൽ നിങ്ങളെ എൻ്റെ അടിമയായി നിർത്തിയേനെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 4,000 രൂപ വരെ മീൻ പിടിക്കാൻ പോയാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ആ മീൻ പിടിച്ച കാശെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, ഓ നീയേ ഉള്ളൂ ഒരു പണിക്കാരത്തി. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പണിയുന്നതിനേക്കാൾ കൂടുതൽ കാശാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാലും ആ മനുഷ്യൻ എന്നാന്നറിയുമോ, 10,000 രൂപയുടെ പണി ചെയ്ത് കൊണ്ടുവന്നാലും ഭർത്താവിൻ്റെ കീഴിലേ നിൽക്കാവുള്ളൂ. ആ അധികാരമാണ് അയാൾക്ക് വരുന്നത്. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയത്. അമ്മിണിയമ്മ, മത്സ്യത്തൊഴിലാളി. നമുക്ക് അധ്യായത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. നോക്കൂ, ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററി വെല്ലുവിളികളെ മറികടന്ന 3 സ്ത്രീകളുടെ ജീവിതങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് അതിജീവനത്തിൻ്റെ നേർസാക്ഷ്യമാണ്. എന്താണ് അതിജീവനം? ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയെല്ലാം നേരിട്ടുകൊണ്ട് അവയെല്ലാം മറികടന്ന് ജീവിതത്തെ ജീവിതവ്യമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങളെയാണ് അതിജീവനം എന്ന് പറയാൻ സാധിക്കുക. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞേക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും നമുക്ക് ഉണ്ടായെന്ന് വരാം. അതിനെയെല്ലാം പരിഹരിക്കാൻ മനസ്സ് സ്വാഭാവികമായി ഓരോ കാരണങ്ങൾ അല്ലെങ്കിൽ ഓരോ വഴികൾ കണ്ടെത്തുകയും അവയെയെല്ലാം അതിജീവിച്ച് നാം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.
അതിനെയാണ് അതിജീവനം എന്ന് പറയുന്നത്. ഈ ഡോക്യുമെന്ററിക്കുള്ളിൽ എന്താണ് വരുന്നത് എന്ന് ഞാൻ ആദ്യം ഒന്ന് പൊതുവെ പറയാം. അതിനുശേഷം ഇതിനകത്ത് തന്നിരിക്കുന്ന പാഠഭാഗങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാം. ഈ ഡോക്യുമെന്ററി ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൊച്ചിൻ കാർണിവലിന്റെ ഒരു പശ്ചാത്തലമാണ്. കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്നത് പഴയ കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് നടന്നു വന്നിരുന്ന ഒരു ആഘോഷമാണ്. ഇത് വർഷാവസാനത്തിലാണ് നടക്കാറുള്ളത്. അതായത് ഡിസംബർ 31 ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഈ ദിവസം രാത്രി 12 മണിയോടുകൂടി ഒരു ഭീമാകാരനായിട്ടുള്ള പപ്പാനിയെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതിനെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പപ്പാനി കഴിഞ്ഞു പോയ ഒരു വർഷത്തിന്റെ സിമ്പലാണ്, പ്രതീകമാണ്. ഈ പപ്പാനിയെ കത്തിക്കുന്നതോടുകൂടി പഴയ വർഷവും അതുമായി ബന്ധപ്പെട്ട മോശപ്പെട്ട അനുഭവങ്ങളും എല്ലാം നശിച്ചു പോവുകയും പുതിയ ഒരു വർഷത്തെ വരവേൽക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ സംവിധായകൻ 3 സ്ത്രീകളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെയാള് CV സീന എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കോച്ചാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അമ്മിണിയമ്മ എന്ന് പറയുന്ന ഒരു നാടൻപാട്ട് കലാകാരിയും അതോടൊപ്പം തന്നെ ഒരു മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ്. പിന്നീട് പരിചയപ്പെടുത്തുന്നത് സെലീന മൈക്കിൾ എന്ന് പറയുന്ന ഒരു ശ്മശാന തൊഴിലാളിയെയാണ്. ശ്മശാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവിടെ ജഡങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സെലീന മൈക്കിൾ. അങ്ങനെ 3 സ്ത്രീകൾ ആ കാർണിവലിലേക്ക് വന്നിരിക്കുകയാണ്. അവരെന്തിനാണ് ആ കാർണിവലിലേക്ക് വന്നത് എന്ന് നമുക്ക് ആ ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗമാകുമ്പോഴാണ് വ്യക്തമായി മനസ്സിലാവുക. അങ്ങനെ ഡോക്യുമെന്ററി ആരംഭിക്കുന്നു. സംവിധായകൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് CV സീനയെയാണ്. CV സീന ഇന്ന് അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കോച്ചാണ്. അവർ ഇന്ത്യക്ക് വേണ്ടി നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പല രാജ്യങ്ങളിലും പോയി ഫുട്ബോൾ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള CV സീന അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. അവർ ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് വന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ അമ്മയെയും അവരെയും ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പോകുന്നതിന് മുൻപ് തന്നെ അയാളെ കൊണ്ട് വളരെയധികം ഉപദ്രവങ്ങൾ ഈ അമ്മയും മകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയെ ഉപദ്രവിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും ഒക്കെ ഈ കുട്ടി കണ്ടാണ് വളർന്നത്. അങ്ങനെയിരിക്കെ അമ്മ മരിച്ചു പോവുകയും കൂടി ചെയ്യുന്നതോടുകൂടി സീനയുടെ ജീവിതത്തിലേക്ക് അനാഥത്വം കടന്നു വരികയാണ്. പിന്നീട് അവർക്ക് വിദ്യാഭ്യാസം നേടാനും അതുപോലെ മുന്നോട്ട് ജീവിക്കാനുമൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നു. അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി CV സീന അടുത്തുള്ള വീടുകളിലൊക്കെ വീട്ടുപണികൾ ചെയ്യാൻ പോകുമായിരുന്നു. വീട്ടുപണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന തലേ ദിവസത്തെ ചോറൊക്കെ കഴിച്ചിട്ടാണ് CV സീന അന്ന് സ്കൂളിലേക്ക് പോയിരുന്നത്. ഒരേ സമയം ഉപജീവനവും അതോടൊപ്പം തന്നെ തൻ്റെ പഠനവും പിന്നെ കായിക ലോകത്തോടുള്ള തൻ്റെ ആഭിമുഖ്യവും ഒക്കെ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ എഴുന്നേൽക്കുന്നു, ചെറിയ പിഞ്ച് പ്രായത്തിൽ തന്നെ ജോലിക്ക് പോകുന്നു, അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, അതോടൊപ്പം കായിക പരിശീലനം നേടുകയും ചെയ്യുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് സ്കൂൾ ടീമിലും പിന്നീട് സംസ്ഥാന ടീമിലും ഒക്കെ ഉൾപ്പെട്ട് ഒടുവിൽ അവർ ഇന്ത്യൻ ടീമിൽ എത്തപ്പെടുകയാണ്. പക്ഷേ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയെങ്കിലും കുഞ്ഞു പ്രായത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളും പീഡനങ്ങളും ഒക്കെ സീനയുടെ ഉള്ളിൽ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പുരുഷനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആശ്രയിക്കാനോ കഴിയുന്നില്ല. അതിൽ നിന്ന് അവരൊരു തീരുമാനത്തിൽ എത്തുകയാണ്, ഞാനിനി വിവാഹം കഴിക്കുന്നില്ല എന്ന്. അങ്ങനെ അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ പാഷൻ, തൻ്റെ അഭിലാഷം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ CV സീന ഇന്ന് ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കോച്ചിങ് കൊടുക്കുന്ന ഒരു ഫുട്ബോൾ കോച്ചായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ അവരെ ഈ ജോലിയിൽ തുടരുന്നതിന് സമൂഹം ഒരുപാട് വിലക്കുകൾ കൽപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആയിട്ടുള്ള നീ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുകയോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. ഇനി അങ്ങനെ കൊടുക്കുന്നു എന്ന് സമ്മതിച്ചാൽ തന്നെയും പെൺകുട്ടികൾക്കും കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കോച്ചിങ്ങിലേക്ക് വരുന്ന പെൺകുട്ടികളെ ആൾക്കാർ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും അവരെ പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് CV സീനയ്ക്ക് അറിയാം. സമൂഹം എത്രമാത്രം സങ്കുചിതമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും സീന അവരെ ഒന്നും പേടിക്കുന്നില്ല. കാരണം അവർ ബാല്യത്തിൽ അനുഭവിച്ച അവരുടെ ദുരന്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം തന്നെ ചുട്ടുപൊള്ളിക്കുന്ന അനുഭവങ്ങൾ അവരെ അത്രമാത്രം പാകപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇടിമുഴക്കമുള്ള CV സീനയുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സംവിധായകൻ. അവരുടെ ജീവിതത്തിൻ്റെ ഇത്രയും ഭാഗം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നിക്കാണും
ആ സ്ത്രീ ഒരു ഇടിമുഴക്കം തന്നെയാണ്. തീർത്തും നിരാലംബയായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, തൻ്റെ രാജ്യത്തിൻ്റെ യശസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് CV സീനയ്ക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് അവർ യഥാർത്ഥത്തിൽ ഒരു ഇടിമുഴക്കമായതുകൊണ്ട് തന്നെയാണ്, അല്ലേ? ഇനി അടുത്ത കഥാപാത്രം ഏതാണെന്ന് നോക്കാം. അടുത്ത് പരിചയപ്പെടുത്തുന്നത് സെലീന മൈക്കിൾ എന്ന ശവസംസ്കാര ജോലി ചെയ്യുന്ന വ്യക്തിയെയാണ്. എന്താണ് ശവസംസ്കാര ജോലി എന്നറിയാമല്ലോ. മരിച്ചു പോകുന്ന ആൾക്കാരെ ശ്മശാനത്തിൽ എത്തിക്കും, അല്ലേ? ചിലരെയൊക്കെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കാറുണ്ട്, അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ശ്മശാനങ്ങളിലും അടക്കം ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ലാതെ ആൾക്കാരെ പൊതു ശ്മശാനങ്ങളിലും കൊണ്ടുപോയി ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സെലീന മൈക്കിൾ ഇങ്ങനെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അടക്കം ചെയ്യുന്ന ജഡങ്ങളുടെ ആ ജോലി അല്ലെങ്കിൽ അതിനുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ളയാളാണ്. അപ്പോൾ സംവിധായകൻ നമ്മോട് സെലീന മൈക്കിളിൻ്റെ കഥ പറയുകയാണ്. സെലീന മൈക്കിൾ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവരങ്ങനെ വളർന്നു വലുതായി വരുന്ന സമയത്ത് സമൂഹത്തിൻ്റെ അടക്കവും ഒതുക്കവും ഒക്കെ പഠിപ്പിച്ചു തന്നെയാണ് ആ കുടുംബം അവരെ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. വീട്ടുകാരെ അവർ നന്നായി അനുസരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർക്കൊരു വിവാഹാലോചന വരികയും അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയും ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്താണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ ഭർത്താവ് ഒരു മദ്യപാനിയാണ് എന്ന് മാത്രമല്ല വളരെയധികം ഉപദ്രവിക്കുന്ന, വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളാണ് എന്ന്. അപ്പോഴേക്കും അവർക്ക് 2 കുഞ്ഞുങ്ങളും ജനിക്കുന്നു. അതോടുകൂടി സെലീനയ്ക്ക് നിർബന്ധപൂർവം അയാളെ സഹിക്കേണ്ടി വരികയാണ്. അയാളാകട്ടെ ഇവരെ എന്നും മദ്യപിച്ച് വന്ന് ഉപദ്രവിക്കുകയും ഇവരുടെ കയ്യിലുള്ള പൈസയെല്ലാം മേടിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മരപ്പാവകളിൽ നളിനിയെ പരിചയപ്പെട്ടല്ലോ. അവളുടെ ഭർത്താവിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതും നമുക്കറിയാം. അതിന് സമാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ് സെലീന മൈക്കിളിൻ്റെ ഭർത്താവിൻ്റേത്. അത് കഥയാണെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഭർത്താവിനെ സമൂഹത്തിൻ്റെ വിലക്കുകൾ ഭയന്ന് ഒരുപാട് കാലം സെലീന മൈക്കിൾ സഹിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അയാൾ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതാണ് അയാളുമായി ബന്ധം തുടർന്നു പോകാൻ അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം, കുട്ടികളുടെ അച്ഛനാണല്ലോ എന്നുള്ളത്. പക്ഷേ അയാൾ നിരന്തരമായി സെലീന മൈക്കിളിനെ ഉപദ്രവിക്കുകയും അവരുടെ നട്ടെല്ല് ചവിട്ടിയൊടിക്കുകയും മാസങ്ങളോളം അവർ കിടപ്പിലായി പോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഈ ഡോക്യുമെൻ്ററിയിൽ അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാം അവരുടെ മുൻനിരയിലെ പല്ലുകളൊന്നും തന്നെ അവിടെ ഇല്ല. അതെല്ലാം ഭർത്താവ് അടിച്ചും ചവിട്ടിയും ഒക്കെ ഇളക്കി കളഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാലം ഇയാളെ സഹിച്ച് ജീവിച്ച അവർക്ക് ഒരു ഘട്ടത്തിൽ തോന്നുകയാണ്, ഇനി ഇയാളുമായുള്ള ജീവിതം ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കും, എനിക്ക് എൻ്റെ ജീവിതം തന്നെത്താനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന്. അങ്ങനെ സെലീന മൈക്കിൾ ഈ ജോലിയിലേക്ക് വരികയും ഈ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഏകദേശം 4000-ഓളം ജഡങ്ങൾ സെലീന മൈക്കിൾ ഇതുവരേക്കും എരിച്ചു കഴിഞ്ഞു. അതിലൊന്നും അവർക്ക് യാതൊരു ഭയവും തോന്നുന്നില്ല. ഈ ഡോക്യുമെൻ്ററി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം അവർ എന്ത് ആത്മവിശ്വാസത്തോടു കൂടിയാണ് തൻ്റെ ജോലിയെക്കുറിച്ച് വിവരിക്കുന്നത് എന്ന്. ബോഡി കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, കത്തുമ്പോൾ ഏതേത് ഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളാണ് കത്തുക, കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, അസ്ഥികൾ എങ്ങനെയെല്ലാം ഒടിയും, ഏതെല്ലാം ശരീരഭാഗങ്ങൾ വീർത്തു പൊട്ടും എന്നൊക്കെ വളരെ നിസ്സാരമായി വിവരിച്ചു പോവുകയാണ്. അപ്പം നമുക്ക് തോന്നാം, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം കത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുക എന്ന്. അത്രമാത്രം രൂക്ഷമായ അനുഭവങ്ങൾ അവരുടെ മനസ്സിനെ മരവിപ്പിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ ജോലി അവർക്ക് സംതൃപ്തി നൽകുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. പറയുന്നുണ്ട്, രാത്രി 3 മണിവരെയൊക്കെ ചിലപ്പോൾ ജഡങ്ങൾ കത്തിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ആ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് പോകാനായി സാധിക്കൂ. രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ അവരൊരു തരത്തിലുള്ള ഭയവും അനുഭവിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. കാരണം സെലീന പറയുന്ന മറുപടി, 2 കാലിൽ നടക്കുന്ന മനുഷ്യരെ മാത്രം പേടിച്ചാൽ മതി, പ്രേതങ്ങളെ ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല എന്ന ഒരു മനസ്ഥിതിയിലേക്ക് സെലീന എത്തിക്കഴിഞ്ഞു. അവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരുടെ വൈവാഹിക ജീവിതവും ഭർത്താവിൻ്റെ ക്രൂരതകളുമാണ്. പക്ഷെ ഇന്ന് അവർ ജീവിക്കുന്നത് വളരെ സംതൃപ്തിയോടുകൂടി സമാധാനത്തോടു കൂടിയാണ്. ജീവിക്കാൻ തൊഴിലുണ്ട്, ജീവിക്കാനുള്ള ആത്മവിശ്വാസവുമുണ്ട്. അങ്ങനെ സെലീന മൈക്കിളിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രാജേഷ് ജെയിംസ്. അടുത്ത് പരിചയപ്പെടുത്തുന്നത്
അമ്മിണിയമ്മ എന്ന മത്സ്യത്തൊഴിലാളിയെയാണ്. ഈ അമ്മിണിയമ്മ ഒരു മത്സ്യബന്ധന തൊഴിലാളി മാത്രമല്ല, അവർ ഒരു നാടൻ പാട്ട് കലാകാരിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അമ്മിണിയമ്മയെ പരിചയപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ കണ്ട സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അമ്മിണിയമ്മയുടേത്. അമ്മിണിയമ്മയ്ക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സഹോദരങ്ങളൊക്കെ അമ്മിണിയമ്മയെക്കാളും ചെറിയ കുട്ടികളായിരുന്നു. ആ സമയത്താണ് അച്ഛനും അമ്മയും മരിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികൾ പിന്നീട് അവരുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കൂടെയാണ് വളർന്നത്. വളർന്നുവെങ്കിലും അവർക്ക് തന്നെത്താനെ അങ്ങ് വളരാൻ സാധിക്കുമായിരുന്നില്ല. അതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം വേണമായിരുന്നു. അപ്പോൾ അമ്മിണിയമ്മ പഠിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നിട്ട് കൂടിയും തൻ്റെ സഹോദരങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി അവർ പഠനമെല്ലാം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങുകയാണ്. അന്നു മുതൽ അവർ പലതരം ജോലികളിൽ ഏർപ്പെടുകയും മത്സ്യബന്ധന തൊഴിൽ അവരുടെ ഉപജീവനമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സഹോദരങ്ങളെ എല്ലാം ഒരുവിധം ജീവിക്കാനുള്ള കര പറ്റിച്ചതിന് ശേഷം അവരൊരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഒരുവിധം സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും മരിക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടില്ലെന്നും ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നും അമ്മിണിയമ്മ പറയുന്നുണ്ട്. അത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല, തനിക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള കരുത്തുണ്ടെന്നും അധ്വാനിച്ച് ജീവിക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒന്നിനെയും പേടിക്കാതെയും ആശ്രയിക്കാതെയും ജീവിക്കാൻ സാധിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് അമ്മിണിയമ്മ പങ്കുവെക്കുന്നത്. തൻ്റെ ജീവിതം എങ്ങനെയെല്ലാം സന്തോഷകരമാക്കാമോ അങ്ങനെയെല്ലാം സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അമ്മിണിയമ്മ. അമ്മിണിയമ്മയോട് സംവിധായകൻ ചോദിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പുരുഷനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് അമ്മിണിയമ്മ പറയുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എപ്പോഴാണ്? മത്സ്യബന്ധന തൊഴിൽ ചെയ്ത് ഒരുപാട് പൈസ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ ഭർത്താവ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദ്യം അവരുണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഭർത്താവ് അവരെ പരിഹസിച്ച് പറയും, ഓ നീ മാത്രമേ ഉള്ളൂ ഒരു പണിക്കാരത്തി എന്ന് ചോദിക്കും. ഇങ്ങനെ ആ ചോദ്യം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവരോർക്കാറുണ്ട്, എത്ര സമ്പാദിച്ചാലും എത്രയൊക്കെ പണമുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും പുരുഷൻ എന്നൊരു അഹന്ത എപ്പോഴും വീട്ടിലുള്ള ആണുങ്ങൾ വെച്ച് പുലർത്തും. അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിൽ എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവർക്ക് പുരുഷനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴവർ വയസ്സായിരിക്കുന്നു, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു, അവർക്ക് കൊച്ചുമക്കളുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. കൊച്ചുമക്കളുടെ കൂടെ ഇരുന്ന് കളിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മിണിയമ്മ. ഇപ്പോൾ അവർക്ക് ആകെ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പണ്ട് തോന്നിയിരുന്നത് കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കുക അതുമാത്രമാണ് ജീവിതമെന്ന് പണ്ട് കരുതിയിരുന്നു. ഇന്നായിരുന്നു എങ്കിൽ ഒരിക്കലും അവർ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖത്തിന്റെ പുറത്ത് അമ്മിണിയമ്മ ഇപ്പോൾ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൊച്ചുമക്കളാണ് അവരെ പഠിപ്പിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രായത്തിലും വിദ്യാഭ്യാസത്തിന്റെ മഹത്വം അവർ തിരിച്ചറിയുകയും അതിനുവേണ്ടി സ്വന്തമായ ഒരു പ്രയത്നം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തി കൂടിയാണ്. ഈ ഡോക്യുമെന്ററിയിലുടനീളം അമ്മിണിയമ്മ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതും വെള്ളത്തിലൂടെ നടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സംവിധായകനോട് മീനിന് വേണ്ടി വിലപേശുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ സമയം തൻ്റെ തൊഴിലെ വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും അതേസമയം തന്നെ തൻ്റെ ജീവിതാഭിലാഷങ്ങൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരിയും കൂടിയാണ് അമ്മിണിയമ്മ. അമ്മിണിയമ്മയുടെ സന്തോഷകരമായ ഒരു മുഖത്തെയും അവരുടെ അനുഭവങ്ങളെയും ആത്മവിശ്വാസത്തെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അവരുടെ കഥ സംവിധായകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ 3 സ്ത്രീകളെ പരിചയപ്പെടുത്തുകയും അവരുടെ ജീവിതം എന്താണ് എന്നൊക്കെ കാണിച്ചു തരികയും ചെയ്യുന്നു. വീണ്ടും കാർണിവലിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാർണിവലിന്റെ അവസാന രംഗമാണ്. പപ്പാനിയെ കത്തിക്കുന്നു, ആൾക്കാരെല്ലാം ആഹ്ലാദിക്കുന്ന കൂട്ടത്തിൽ ഈ 3 സ്ത്രീകളെ കൂടി സംവിധായകൻ ക്ലോസപ്പ് ഷോട്ടിൽ കാണിച്ചു തരികയാണ്. CV സീന, സെലീന മൈക്കിൾ, അമ്മിണിയമ്മ എന്നിങ്ങനെ 3 സ്ത്രീകളും കാർണിവലിൽ പങ്കെടുത്ത് പപ്പാനിയെ കത്തിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്നു. അവിടെ അവരുടെ ആഹ്ലാദം എന്ന് പറയുന്നത് ഇന്നലെകളിൽ അവർ നേരിട്ട ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ അവസാനം എന്ന നിലയ്ക്കാണ്. പപ്പാനിയെ കത്തിച്ചുകൊണ്ട് ആളുകൾ കഴിഞ്ഞുപോയ വർഷത്തെ
കടന്ന് പുതിയ ഒരു യുഗത്തിലേക്ക്, പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുന്നത് പോലെ ജീവിതത്തിന്റെ പഴയ കാലങ്ങളെ മുഴുവനും ഓർമ്മയിൽ കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഈ 3 സ്ത്രീകളും അവരുടെ പുതിയ ജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ഒക്കെ കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പപ്പാനിയെ കത്തിക്കൽ എന്നുള്ളത് പഴയ ജീവിതത്തിന്റെ കത്തിച്ചുകളയലായും പുതുജീവിതത്തിന്റെ തുടക്കമായും നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. സ്ത്രീകളുടെ അതിജീവനത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ശ്രീ രാജേഷ് ജെയിംസിന്റെ ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. ഇനി ഈ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന് പറയുന്ന ശീർഷകം എവിടെ നിന്ന് വന്നു എന്നുകൂടി പറയാം. ഇത് മഹാനായ സാഹിത്യകാരൻ ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ കൃതിയിൽ 3 മന്ത്രവാദിനികളെ കുറിച്ച് പറയുന്നുണ്ട്. കഥയുടെ ഒരു സന്ദർഭത്തിൽ ഈ 3 മന്ത്രവാദിനികളും തമ്മിൽ ചോദിക്കുന്നു, നമ്മളിനി എന്നാണ് കാണുക? അപ്പോൾ അതിലൊരു മന്ത്രവാദിനി മറുപടി പറയുകയാണ്, ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. എപ്പോഴാണോ ഇടിമുഴക്കവും മിന്നലും മഴയും ഒക്കെ ഒന്നിച്ചു ചേരുന്നത്, അപ്പോഴാണ് നമ്മളിനി കാണുക. ഇടിമുഴക്കവും മിന്നലും മഴയും ഒക്കെ ചേരുമ്പോൾ എന്താണുണ്ടാവുക? ഇവയെല്ലാം കൊടുങ്കാറ്റിനു മുൻപുള്ള അടയാളങ്ങളാണ്. മഹത്തായ എന്തോ ഒന്ന്, വലിയ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന് മുൻപാണ് ഈ അടയാളങ്ങളെല്ലാം ഉണ്ടാവുക. നമ്മൾ ഈ ഡോക്യുമെന്ററി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു വലിയ സ്ത്രീ മുന്നേറ്റത്തിന്റെ, സ്ത്രീകളുടെ മഹത്തരമായ ഒരു ജീവിതത്തിന്റെ ഒരു അധ്യായത്തിന്റെ തുടക്കമായി നമുക്ക് ഈ 3 സ്ത്രീകളുടെയും ജീവിതത്തെ അടയാളപ്പെടുത്താം. ആരും തന്നെ തുണയില്ലെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും അധ്വാനിക്കാനുള്ള മനസ്സും ജീവിക്കാമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു സ്ത്രീക്കും ജീവിതം ജീവിതവ്യമാക്കാൻ സാധിക്കും. ജീവിതവ്യം എന്നാൽ ഒരു ജീവിതത്തെ ജീവിക്കാൻ ഉതകുന്നതാക്കി തീർക്കുന്ന സാഹചര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച് മരണം വരെ ജീവിച്ച് മരിച്ചു പോവുക എന്നുള്ളതിനേക്കാൾ ജീവിതം ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിച്ചു തീർക്കുമ്പോഴാണ് അതിനെ ജീവിതവ്യം എന്ന് പറയാൻ കഴിയുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലുമുള്ള സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്ന, അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന 3 സ്ത്രീകളെയാണ് രാജേഷ് ജെയിംസ് ഈ ഡോക്യുമെന്ററിയിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത്.
ഈ പാഠഭാഗത്തോടൊപ്പം ഡോക്യുമെന്ററി എന്താണ് എന്ന് പറയുന്ന ഒരു ലേഖന ഭാഗം നൽകിയിട്ടുണ്ട്. ഇത് ഡോക്ടർ തോമസ് കറിയയുടെ ഡോക്യുമെന്ററിയും ഫിലിംസ് ഡിവിഷനും എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കുക. കാഴ്ചയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് ഡോക്യുമെന്ററികൾ. പൊതുവെ കഥേതര ചിത്രങ്ങളെയാണ് ഡോക്യുമെന്ററി എന്ന് വിവക്ഷിക്കാറുള്ളത്. യഥാർത്ഥ സംഭവങ്ങൾ, കാര്യങ്ങൾ, വ്യക്തികൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ് ഡോക്യുമെന്ററികൾ. കഥാചിത്രങ്ങളായ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ലഭിച്ച ജനപ്രീതി ഡോക്യുമെന്ററികൾക്ക് നേടിയെടുക്കാനായില്ല. ഫീച്ചർ ഫിലിമുകൾ നമ്മുടെ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കുന്നവയാണെങ്കിൽ ഡോക്യുമെന്ററികൾ നമ്മുടെ ബൗദ്ധികവും ഭാവനാത്മകവുമായ ഉൾക്കാഴ്ചകളാകുന്നു. നാം എന്താണോ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു വിസ്തരിക്കലാണവ. കാലത്തെയും ലോകത്തെയും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു പുതിയ മാർഗത്തിലൂടെ അനുഭവിക്കാനുള്ള തൃഷ്ണ വളർത്തുകയാണ് ഡോക്യുമെന്ററിയുടെ ദൗത്യം. ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം, ഉദ്ദേശം, മൂല്യം എന്നിവ എന്തെന്ന് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും കൃത്യമായും സത്യസന്ധമായും ചിത്രീകരിക്കുക, പുതിയ അറിവും വിവരവും പകർന്നു നൽകുക, കാഴ്ചയുടെയും ചിന്തയുടെയും രീതികളിൽ പരിവർത്തനം വരുത്തുക എന്നിവയാണ് ലക്ഷ്യം. ജനങ്ങൾ എങ്ങനെ ജീവിക്കുകയും തമ്മിലിടപെടുകയും ചെയ്യുന്നു എന്നതിനെ ആധികാരികമായി പ്രതിനിധീകരിക്കുക, അജ്ഞാതമായ പരിതസ്ഥിതികളെയും സംസ്കാരങ്ങളെയും കണ്ടെത്തി അവതരിപ്പിക്കുക എന്നിവയാണ് ഉദ്ദേശം. ഡോക്യുമെന്ററിയും ഫിലിംസ് ഡിവിഷനും ഡോക്ടർ തോമസ് കറിയ. പാഠഭാഗത്തോടൊപ്പം ഡോക്യുമെന്ററി എന്ന പേരിൽ ഡോക്ടർ തോമസ് കറിയ എഴുതിയ ഡോക്യുമെന്ററിയും ഫിലിംസ് ഡിവിഷനും എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം നൽകിയിരിക്കുന്നതായി കാണാം. ഡോക്യുമെന്ററിയും ഫിലിംസ് ഡിവിഷനും എന്ന പുസ്തകത്തിൽ എന്താണ് ഡോക്യുമെന്ററി, ഡോക്യുമെന്ററിയുടെ നിർവചനങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം തരം ഡോക്യുമെന്ററികളുണ്ട്, അവയുടെ തിരക്കഥയുടെ പ്രത്യേകതകൾ, എങ്ങനെയെല്ലാം ഡോക്യുമെന്ററി ചിത്രീകരിക്കാം, ഡോക്യുമെന്ററിയുടെ പ്രമേയങ്ങൾ എത്തരത്തിലായിരിക്കണം തുടങ്ങി ഒരു ഡോക്യുമെന്ററിയെക്കുറിച്ച് അറിയേണ്ടുന്ന സമ്പൂർണമായ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഡോക്യുമെന്ററിയും ഫിലിംസ് ഡിവിഷനും. ഈ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ചെറിയ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. കാഴ്ചയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് ഡോക്യുമെന്ററികൾ. ഇവിടെ കാഴ്ചയുടെ ചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമാ കാഴ്ച എന്നതാണ് കേട്ടോ. അപ്പോൾ സിനിമയ്ക്ക് പല പല ഘട്ടങ്ങളുള്ളതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഡോക്യുമെന്ററികൾ ജനിക്കുന്നത്. പൊതുവെ കഥേതര ചിത്രങ്ങളെയാണ് ഡോക്യുമെന്ററി എന്ന് വിവക്ഷിക്കാറുള്ളത്. കഥേതര ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സിനിമയ്ക്കെല്ലാം സാധാരണയായിട്ട് ഒരു കഥയുണ്ടായിരിക്കും അല്ലേ? ഡോക്യുമെന്ററിക്ക് ഒരു കഥയല്ല ഉണ്ടാവുക, അതിനകത്ത് യഥാർത്ഥ സംഭവങ്ങളാണ് ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക. ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമ തന്നെ ആയിക്കോട്ടെ. ലോക എന്ന് പറയുന്ന സിനിമയ്ക്ക് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സ്റ്റോറിയുണ്ട് അല്ലേ? അതേസമയം ഒരു ഡോക്യുമെന്ററിയിൽ ഫിക്ഷൻ സ്റ്റോറി അല്ല ഉണ്ടാവുക, സങ്കല്പമല്ല ഉണ്ടാവുക. അതിനകത്ത് യഥാർത്ഥ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുക. നോക്കൂ, യഥാർത്ഥ സംഭവങ്ങൾ, കാര്യങ്ങൾ, വ്യക്തികൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ് ഡോക്യുമെന്ററികൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ കണ്ടു. അതിനകത്ത് 3 യഥാർത്ഥ സ്ത്രീകളുടെ ജീവിതമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കഥാചിത്രങ്ങളായ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ലഭിച്ച ജനപ്രീതി ഡോക്യുമെന്ററികൾക്ക് നേടിയെടുക്കാനായില്ല. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകം തന്നെ പറയാം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? പാട്ടുകളുണ്ട്, ആക്ഷൻ സീക്വൻസുകളുണ്ട്, കഥാഗതിയുണ്ട്, ആകാംക്ഷയുണർത്തുന്ന ട്വിസ്റ്റുകളുണ്ട്. ഇതൊന്നും തന്നെ ഒരു ഡോക്യുമെന്ററിയിൽ ഉണ്ടാവില്ല. ഡോക്യുമെന്ററിയിൽ യഥാർത്ഥമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഡോക്യുമെന്ററികളെക്കാൾ കൂടുതൽ താല്പര്യം സിനിമകളോടാണ്. ഫീച്ചർ ഫിലിമുകൾ നമ്മുടെ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കുന്നവയാണെങ്കിൽ ഡോക്യുമെന്ററികൾ നമ്മുടെ ബൗദ്ധികവും ഭാവനാത്മകവുമായ ഉൾക്കാഴ്ചകളാകുന്നു. ഒരു ഫീച്ചർ ഫിലിമിനകത്ത് നമ്മൾ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ് ആവിഷ്കരിക്കുക. നായകൻ ഒരേ സമയം 10-20 പേരെ ഇടിച്ചു പറത്തുക, നായിക നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയാവുക, ഇതൊക്കെ ഒരു സിനിമയ്ക്കുള്ളിൽ മാത്രമാണ് സാധ്യമാകുന്നത്. എന്നാൽ ഡോക്യുമെന്ററികളിൽ അതൊന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ ബുദ്ധി കൊണ്ടും
അതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ടുമൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടവയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടവയാണ് ഡോക്യുമെന്ററികൾ. നാം എന്താണോ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്, അതിൻ്റെ ഒരു വിസ്തരിക്കലാണ് അവ. സാധാരണയായിട്ട് നമ്മൾ ന്യൂസിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഡോക്യുമെന്ററിക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. കാലത്തെയും ലോകത്തെയും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു പുതിയ മാർഗത്തിലൂടെ അനുഭവിക്കാനുള്ള തൃഷ്ണ വളർത്തുകയാണ് ഡോക്യുമെന്ററിയുടെ ദൗത്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാർത്തയിലൂടെ പല സംഭവങ്ങളെയും നാം അറിയാറുണ്ട്. പക്ഷേ അങ്ങനെ വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ. അവയുടെ പിന്നിലെ വാസ്തവങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ആൾക്കാരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഡോക്യുമെന്ററിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം, ഉദ്ദേശം, മൂല്യം എന്നിവ എന്തെന്ന് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡോക്യുമെന്ററിയും എന്തിനു വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്, എന്തിനാണ് ഈ ഡോക്യുമെന്ററി സമൂഹത്തിലേക്ക് പ്രദർശിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളതിന് അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഡോക്യുമെന്ററി, ഇപ്പോൾ ഉദാഹരണത്തിന് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട നിരവധി ഡോക്യുമെന്ററികൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ ഡോക്യുമെന്ററി ഉണ്ടായത്? ഇങ്ങനെ വിഷാംശമുള്ള ഒരു കീടനാശിനി ഉണ്ടെന്നും അതിലൂടെ ഇത്രയധികം മനുഷ്യരും ഇത്രയധികം മൃഗങ്ങളും ഒരു പ്രദേശം മുഴുവനായും ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നും പുറം ലോകത്തെ അറിയിക്കുക. അതിലൂടെ ഇത്തരത്തിലുള്ള കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക, അധികൃതരുടെ കണ്ണു തുറപ്പിക്കുക എന്നൊക്കെയാണ് ആ ഡോക്യുമെന്ററി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും കൃത്യമായും സത്യസന്ധമായും ചിത്രീകരിക്കുക, പുതിയ അറിവും വിവരവും പകർന്നു നൽകുക, കാഴ്ചയുടെയും ചിന്തയുടെയും രീതികളിൽ പരിവർത്തനം വരുത്തുക എന്നിവയാണ് ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി കാണുന്ന ഒരാൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള കീടനാശിനികൾ വാങ്ങാനോ ഉപയോഗിക്കാനോ തോന്നില്ല. അല്ലെങ്കിൽ തൻ്റെ കൃഷിയിടത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യണമെന്ന് അയാൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം അതിൻ്റെ ഉപയോഗം ഒരു മനുഷ്യ വിഭാഗത്തെ തന്നെ എങ്ങനെ തളർത്തിയിരിക്കുന്നുവെന്ന് ആ ഡോക്യുമെന്ററികൾ നമ്മോട് പറയും, അല്ലേ? ജനങ്ങൾ എങ്ങനെ ജീവിക്കുകയും തമ്മിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നതിനെ ആധികാരികമായി പ്രതിനിധീകരിക്കുക, അജ്ഞാതമായ പരിതസ്ഥിതികളെയും സംസ്കാരങ്ങളെയും കണ്ടെത്തി അവതരിപ്പിക്കുക എന്നിവയാണ് ഉദ്ദേശം. പല ഡോക്യുമെന്ററികളും കാണുമ്പോൾ ആ വിഷയവുമായി നമ്മൾ അന്ന് വരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്ക് അറിയാത്ത സ്ഥലങ്ങൾ, ആളുകൾ, അവരുടെ ജീവിതങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഡോക്യുമെന്ററികളിലൂടെ കാണാൻ സാധിക്കും, യഥാർത്ഥമായി തന്നെ. ഇനി പ്രശ്നങ്ങൾ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കല, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം, ആഹാര രീതികൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഡോക്യുമെന്ററികൾ സഹായകമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഗൂഗിൾ ചെയ്ത് നോക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യാറില്ലേ? ആ വിവരങ്ങളെല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഡോക്യുമെന്ററി ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഫീച്ചർ ഫിലിമുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫിലിമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ത്രസിപ്പിക്കുന്ന, നമുക്ക് ആകാംക്ഷയുണ്ടാക്കുന്ന, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരു അഡ്രിനാലിൻ റഷൊക്കെ തരുന്ന അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടവയാണ് കൊമേഴ്ഷ്യൽ സിനിമകൾ. നായകൻ വില്ലന്മാരെ ഇടിച്ചു പറത്തുകയും നായിക നൃത്തം ചെയ്യുകയും നായിക അമാനുഷിക പരിവേഷത്തോടുകൂടി വില്ലന്മാരെ എല്ലാം കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് നമുക്ക് ആഹ്ലാദവും ആവേശവും ഒക്കെ തോന്നാറുണ്ട്. പക്ഷെ ഒരു ഡോക്യുമെന്ററിക്ക് നമ്മെ ആവേശപ്പെടുത്താൻ കഴിയണമെന്നില്ല. പക്ഷെ നമുക്ക് പലതരം തിരിച്ചറിവുകൾ ഉണ്ടാക്കി തരാൻ ഡോക്യുമെന്ററിയെ കൊണ്ട് സാധിക്കും. ഏതൊക്കെ പ്രവൃത്തികൾ മനുഷ്യനും സമൂഹത്തിനും ദോഷകരമായി ഭവിക്കുമെന്നും ഏതെല്ലാം പ്രവൃത്തികളിൽ നിന്ന് നാം പിന്നോട്ട് പോകണമെന്നും ഡോക്യുമെന്ററികൾ നമ്മെ പഠിപ്പിക്കും. ഉദാഹരണത്തിന്, ജലാശയങ്ങളിലേക്ക് രാസവസ്തുക്കൾ ഒഴുക്കിവിടുന്ന ഫാക്ടറികളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയെക്കുറിച്ച് സങ്കല്പിക്കുക. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് നാം നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കണം, എന്തുകൊണ്ട് ജലാശയങ്ങളുടെ തീരത്ത് കെട്ടിപ്പടുക്കപ്പെടുന്ന ഫാക്ടറികളെയും മറ്റും നാം നിരീക്ഷിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് അവയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ദോഷകരമായി ഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാകും. നേരത്തെ പറഞ്ഞതുപോലെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ കീടനാശിനികൾ എത്രത്തോളം മാരകമാണെന്നും അവയുടെ ഉപയോഗത്തിലൂടെ ഒരു തലമുറ തന്നെ എങ്ങനെയാണ് നശിച്ചു പോവുക എന്നും നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ നമ്മുടെ ബോധത്തെയും ബുദ്ധിയെയും പരിവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന 100 ഘടകങ്ങളാൽ നിർമ്മിതമാണ് ഓരോ ഡോക്യുമെന്ററിയും എന്ന് മനസ്സിലാക്കുക. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട്
ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. ഇനി അതാണ് വരുന്നത്. ആ പാഠഭാഗ പ്രവർത്തനം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിനെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരം രൂപീകരിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.